ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിക്കാൻ കൊതിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ദൈവം വെളിച്ചമാണ്. വെളിച്ചത്തിൽ ജീവിക്കുന്നവനാണ് ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിക്കാൻ കഴിയുന്നത് എന്ന സത്യം യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് തരുന്നൊരു വാണിംഗ് ഉണ്ട്. നമ്മുടെ ജീവിതം ഒരിക്കലും ഇരുട്ടിൽ ആയി പോകരുത്. ഇരുട്ടിൽ നടക്കരുത്, ഇരുട്ടിൽ ജീവിക്കരുത്. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്കു പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടം, ദൈവത്തോട് കൂട്ടായ്മയുണ്ട്, ദൈവത്തോട് നല്ല ബന്ധമുണ്ട്, ഞാൻ അകന്നൊന്നുമല്ല ജീവിക്കുന്നത്, സഭാകാര്യങ്ങളിലെല്ലാം ഞാൻ ഇടപെടുന്നുണ്ട്, ആത്മീകമായ കാര്യങ്ങളിലെല്ലാം എന്നാൽ ആവുന്നത് ഞാൻ സഹായിക്കുന്നുണ്ട് എന്ന് പുറമേ കാണിക്കുകയും അകത്ത് ജീവിതത്തിന്റെ ഉള്ളറകളിൽ ഇരുട്ടിനാൽ നിറയപ്പെട്ട, പാപത്താൽ നിറയപ്പെട്ട നിഗൂഢമായ ജീവിതാനുഭവങ്ങൾ, മറച്ചു വയ്ക്കുന്ന ജീവിതാനുഭവങ്ങൾക്കകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പറ്റിപ്പോയ പാപങ്ങളെ, പറ്റിപ്പോയ വീഴ്ചകളെ വെളിച്ചത്തിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അതുടനെ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് കൊണ്ടുവന്ന് ആ പറ്റിപ്പോയ വീഴ്ചയുമായി ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ വന്ന് അതിനെ ഡീൽ ചെയ്യാതെ ആ വീഴ്ചയ്ക്കകത്ത് സ്വയം ഒരു മറ സൃഷ്ടിച്ച് അതിനകത്ത് തന്നെ തുടർന്നാൽ ആ ജീവിതം ഇരുട്ടിനകത്തുള്ള ജീവിതമാണ്. ആ ജീവിതം ഇരുട്ടിൽ തന്നെയാണ് അവസാനിക്കാൻ പോകുന്നത്. വെളിച്ചത്തിലാണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും, പറയാൻ പറ്റും, പക്ഷെ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആ ഇരുട്ടിന്റെ ജീവിതത്തിന്റെ ഒരു തെളിവ്, ഒന്ന്, സത്യം പ്രവർത്തിക്കുന്നില്ല. രണ്ട്, ബോഷ്ക് പറയുന്നു. സത്യം എന്താണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വചനമാണ് സത്യം. ഈ വചനം നമ്മിൽ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മുടെ ആ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിനകത്ത് കേൾക്കുന്ന വചനങ്ങൾ പോലും നമ്മുടെ അകത്ത് പ്രവർത്തിക്കാതെ വരുന്ന ജീവിത സാഹചര്യങ്ങൾ. മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്ന ഉപമകളിൽ ഒന്നിൽ വിത്തിന്റെ ഉപമ കർത്താവോടെ രേഖപ്പെടുത്തുന്നുണ്ട്. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനാക്കി തീർക്കുന്നു. വചനം പോലും, സത്യമായ വചനം പോലും അവനിൽ പ്രവർത്തിക്കാതെ വരുന്നതാണ് ഇരുട്ടിലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അപകടം. ഇരുട്ടിൽ തന്നെ തുടരാൻ ഉപയോഗിക്കുന്ന ആയുധം ബോഷ്കാണ്, അസത്യമാണ്, സത്യമില്ലായ്മയാണ്, വ്യാജമാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ സമർപ്പിച്ചിട്ട് പറയാം, ദൈവമേ, എനിക്ക് ഈ കൊച്ചു ജീവിതം എനിക്ക് സത്യമായി ബോഷ്കില്ലാതെ വെളിച്ചത്തിനകത്ത് ജീവിക്കണം, ദൈവബന്ധത്തിനകത്ത് യാഥാർത്ഥ്യമായി ജീവിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.